ചേലക്കരയുടെ വികസനത്തിലൂന്നി മുൻപോട്ട് പോകുമെന്ന് നിയുക്ത MLA UR പ്രദീപ്. പ്രതിപക്ഷ വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ് ചേലക്കരയിലെ വിജയം. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ന്യൂസ് മലയാളത്തോട് പ്രതികരിക്കുകയായിരുന്നു UR പ്രദീപ്. ബിനിൽ ലീല സബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിയുക്ത MLA UR പ്രദീപാണ് ഒപ്പമുള്ളത്. ചേലക്കരക്കാർക്ക് വലിയ പ്രതീക്ഷയിലാണ്. എന്തൊക്കെയാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? അതിൽ വലിയ ഉത്തരവാദിത്വമാണ് ജനം ഏൽപ്പിച്ചിട്ടുള്ളത്, ഇടതുപക്ഷം ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇന്ന് വളരെ കുറച്ച് സമയമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഈ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒന്ന് ക്രമപ്പെടുത്തി ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്യേണ്ടതും പിന്നീട് ലോങ് ടേം ഉള്ള പ്രൊജക്റ്റുകൾ അനുസരിച്ച് അതിൻ്റെ ഒരു അവലോകനം നടത്തി അതിൻ്റെ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പോൾ വേഗത്തിൽ ചെയ്യാനുള്ളത്. അതെന്തായാലും ഉണ്ടാവും. വികസന പ്രശ്നങ്ങളൊക്കെ, കാരണം നമ്മൾ ചേലക്കരയിലെ പ്രചാരണ ഘട്ടത്തിലൊക്കെ പ്രതിപക്ഷമൊക്കെ ആരോപിച്ചത് വികസന പ്രശ്നങ്ങളാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഊന്നലുണ്ടാവും അല്ലേ? ഉണ്ടാവും. വികസന പ്രശ്നം പറഞ്ഞാൽ ഈ എന്താ പറയുക, ആകെയുള്ളത് ഗ്രാമീണ റോഡുകളിലെ മാത്രമാണ് വിഷയം. മറ്റൊന്നും ഇപ്പോൾ അവിടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ചൂണ്ടിക്കാണിച്ചത് വേറെ കുറേ കാര്യങ്ങളാണ്. അതൊന്നും നാടിന് ആവശ്യമുള്ള കാര്യങ്ങളല്ല, ഇല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. എന്തായാലും ഇവിടെ ഗ്രാമീണ റോഡുകളെ സംബന്ധിച്ച് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ന്യൂസ് മലയാളോട് പറഞ്ഞിരുന്നു. നമ്മുടെ ഈ റോഡുകളെല്ലാം കുടിവെള്ളം എത്തിക്കുന്ന മറ്റൊരു ഗുണം അല്ലെങ്കിൽ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. ആ ചെയ്തതിൻ്റെ ഭാഗമായി റോഡുകളൊക്കെ പൊളിച്ചിട്ടുണ്ട്. പൊളിച്ച റോഡുകൾ പല കരാറുകാരും സമയബന്ധമായി അവർ പൂർത്തീകരിക്കുന്ന പണി പൂർത്തീകരിച്ചില്ല. അപ്പോൾ അത് ചെയ്യിപ്പിക്കാതെ പലരും, ഞാൻ ഇതിനു മുമ്പേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ചില കമൻറ്റ് ഇട്ടായിരുന്നു, ഇപ്പോൾ ഇത് ജയിച്ചതിൻ്റെ പുതുമയിൽ പറയുന്നതാണ് ഈ റോഡുകളൊക്കെ ഒറ്റയടിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അല്ല, പൊളിച്ച റോഡുകൾ പൊളിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് കണ്ടീഷൻ ഉണ്ട്. ഇത് പൊളിച്ചു കഴിഞ്ഞാൽ ഇന്ന പ്രവൃത്തികൾ ചെയ്യണമെന്നത്. ആ പ്രവൃത്തികൾ ചെയ്യാത്തതിൻ്റെ ഭാഗമായി റോഡുകൾ പലതും അങ്ങനെ കിടക്കുന്നുണ്ട്. ചിലർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ചെയ്യാത്ത ആളുകളെ അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വെച്ച് വേഗത്തിൽ അത് ചെയ്താൽ ജനങ്ങൾക്കൊന്നും യാത്ര ചെയ്യാൻ സൗകര്യമാവുമല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ 2 വർഷത്തിൽ താഴെ മാത്രമാണ് ഇനി സമയമുള്ളത്. ആ സമയത്തേക്ക് ഒരു കർമ്മപദ്ധതി ഉണ്ടോ? അതാണ് പറഞ്ഞത്. ഇപ്പോൾ ജലജീവൻ്റെ ഭാഗമായി ചെയ്ത റോഡുകളുടെ പ്രവർത്തനം ചെയ്യുന്നതിനൊപ്പം തന്നെ മറ്റു കുറേ പദ്ധതികൾ രാധാകൃഷ്ണൻ തുടങ്ങി വെച്ച കുറേ ഉണ്ട്. അതെല്ലാം വേഗം അവലോകനം നടത്തി അതിൻ്റെ വർക്കുകൾ പോണത് വേഗത്തിലാക്കാനും, പല റോഡുകളും പ്രധാനപ്പെട്ട റോഡുകൾ ഞാനുള്ള സമയത്ത് തുടങ്ങി വെച്ചത് അദ്ദേഹം റിവ്യൂ നടത്തി അത് പണി നടത്തിക്കൊണ്ടിരുന്നായിരുന്നു. ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ നോക്കി വേഗം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ നടത്തണം നമുക്ക്. അപ്പോൾ അത് ചെയ്യും തീർച്ചയായിട്ടും. ഈ വിമർശനങ്ങൾ ഒരുപാട് വന്നിരുന്നു. ജയം ഈ വിമർശനങ്ങൾക്ക് മറുപടിയാണല്ലേ? നേരത്തെ പറഞ്ഞ കാര്യമാണ് എനിക്ക് കൂടി. അതെ, അതൊരു ജനം പറഞ്ഞല്ലോ, വളരെ വ്യക്തമായി ജനം മറുപടി പറഞ്ഞത് തെരഞ്ഞെടുപ്പിലൂടെ പറഞ്ഞു, വോട്ടിലൂടെ പറഞ്ഞു. 2016 കിട്ടിയേക്കാൾ കൂടുതൽ വോട്ടോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചത് ജനം. വിജയിപ്പിച്ചതിൻ്റെ അവർക്കുള്ള മറുപടിയും ഇവിടെ നാടിന് നമ്മൾ മുമ്പോട്ട് വെച്ച കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുകൂടെ ആണ് അതിൻ്റെ ഒരു മെസ്സേജ്. തീർച്ചയായിട്ടും ആ കാര്യങ്ങളുണ്ടാവും. അവർക്കുള്ള മറുപടിയും കൂടെ അതിൽ കിട്ടിയതാണ്. ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഫാമിലിയൊക്കെ ഉണ്ടോ ഒപ്പം? ആരൊക്കെയാണ് വന്നിട്ടുള്ളത്? അതെ, ഫാമിലി വന്നിട്ടുണ്ട്. എൻ്റെ ഭാര്യയും മക്കൾ വന്നിട്ടുണ്ട്. അവർക്കിത് കാണണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ ഒപ്പം കൂട്ടി. അവർ വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് അവരും കൂടെ ഒരുമിച്ച് അങ്ങനെ പോകും. എന്തായാലും കുറച്ച് സമയം മാത്രമേ ഉള്ളൂ സത്യപ്രതിജ്ഞയ്ക്ക്. എന്നാൽ UR പ്രദീപാണ് എന്നോട് സംസാരിച്ചത്. കൃഷ്ണപ്രസാദിനൊപ്പം ബിനിൽ ലീല സബു, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.